അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ. ഇപ്പം 7 മണി തൊട്ട് ഒരു 10-11 മണി വരെയുള്ളൊരു വീഡിയോ കേട്ടോ. മോനെ ഉറങ്ങി എണീറ്റ് അവന് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കിയിടും വീടൊക്കെ. അപ്പോൾ അതാണ് കാണുന്നത്. ആദ്യം അടുക്കളയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിടും. പിന്നെ നമ്മൾ അടുക്കള അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹാൾക്ക് വന്നു. അപ്പം അവിടെ അവൻ്റെ വണ്ടിയും അവൻ കളിക്കണ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തുണ്ടായി മറ്റേ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പം ഞാൻ ചൂലെടുത്ത് ഇറങ്ങിയാൽ അവൻ വരും ബൈക്കൊക്കെ കൊണ്ട്. അവന് ഞാൻ അടിച്ചു വാരി കൂട്ടി വെച്ചാൽ ആയിക്കോട്ടെ ഇങ്ങനെ വണ്ടി ഇട്ട് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അത് പരത്തണ പണി കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും അങ്ങനെയൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണ വീഡിയോ അങ്ങനെയൊക്കെ ഉള്ളൂ. ഫുഡ് കഴിക്കണ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോസോ ഒന്നുമല്ല ഇതിലിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഹാളും കാര്യങ്ങളൊക്കെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ റൂമൊക്കെ വന്നു. റൂം ഞങ്ങൾ ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ അലമ്പേക്കാരം കേട്ടോ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് പതുപ്പൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് വിരിച്ചിടും. രാത്രി കിടക്കാനുള്ളതാണ്, എന്നാലും വൈകുന്നേരം ആയാലും ഈ പണിയൊന്നും എടുക്കും. രാവിലെ വൈകുന്നേരം ഇതന്നെ പണി കേട്ടോ, ബെഡ് തട്ടിക്കൊട്ടുക. പിന്നെ ഞാൻ എങ്ങോട്ട് പോയാലും ഏത് റൂമിലേക്ക് പോയാലും എങ്ങോട്ട് പോയാലും എൻ്റെ ഒപ്പത്തിനൊപ്പം എൻ്റെ കുട്ടി ഉണ്ടാവും കേട്ടോ. അവന് ഒറ്റയ്ക്കൊരു റൂമിൽ അങ്ങനെ നിന്ന് കളിക്കൊന്നുമില്ല, ഒപ്പത്തിനൊപ്പം ഞാൻ വേണം. അപ്പം ഞാൻ എങ്ങോട്ട് പോയാലും അവൻ്റെ വെയ്ത്താലെ ഉണ്ടാവും. ഞാൻ വീഡിയോ എടുക്കണ കാര്യം മൂപ്പരാൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ അറിഞ്ഞ്. അപ്പോൾ അറിഞ്ഞപ്പോഴുള്ള കുറേ കോപ്രായങ്ങളൊക്കെ മൊബൈലിൽ മുന്നിൽ നിന്ന് വന്ന് ഇങ്ങനെ കാട്ടുണ്ടായിന്. ഇപ്പോൾ ഈ നന്നാക്കിക്കൊണ്ട് നിൽക്കുന്ന റൂമിൽ ഞങ്ങൾ കിടക്കലൊന്നുമില്ല, പക്ഷെ ടി വി ഉള്ള റൂമാണ് കേട്ടോ. ടി വി ഇട്ട റൂമാണ്. ഞങ്ങളധികം ടി വി കാണലും ഫുഡ് കഴിക്കലും ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ രാവിലെ അടിച്ചു വാരലും തുടക്കലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെ അലമ്പാവും. രാവിലെ അടിച്ചു വാരി തുടച്ചാൽ പിന്നെ വൈകുന്നേരം വീണ്ടും പിന്നെയും അടിച്ചു വാരി ഇടും. ജസ്റ്റൊക്കെ എല്ലായിടത്തും തട്ടിക്കൊട്ടി ഒന്നിടും. ഇവിടെ ജനാലയൊക്കെ ഇങ്ങനെ തുറന്നിടുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. അപ്പം ഒത്തുക്ക് നല്ലോണം പൊടി കയറും. ജനാല തുറന്നിട്ടിട്ടില്ലെങ്കിൽ പൊടി കയറും. എങ്ങനെ കയറണമെന്നും അറിയില്ല കേട്ടോ. എങ്ങനെയായാലും പൊടി ഉണ്ടാകും ഒത്ത്. ഇപ്പോൾ പിന്നെ 2 നേരം അടിച്ചു വാരും, ഒരു നേരം തുടക്കും, അങ്ങനെയൊക്കെ. എന്നൊന്നും തുടക്കില്ല കേട്ടോ, ഇടവിട്ട്. കാരണം ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കുറേ ചമ്മലാക്കി അതും ഇതും അലമ്പാക്കാനൊന്നും ആരുമില്ല. പിന്നെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി എല്ലായിടത്തും അടിച്ചു വാരി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മോന് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചിട്ടോ. ആപ്പിളും മുസമ്പിയൊക്കെ ഉണ്ടായിന്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം ടി വി കണ്ടിരിക്കും. വൈകുന്നേരം അല്ല, ഒരു 7-8 മണിയൊക്കെ ഉണ്ടാവും ആ സമയം കുറച്ച് നേരം ടി വി കണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ കണ്ടിരിക്കും. പിന്നെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ടി വി കണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ടി വി കണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. ഓന് ആപ്പിളൊക്കെ കൊടുത്ത് ഞാനും ഒപ്പത്തിനൊപ്പം കഴിക്കുന്നുണ്ട്. മോന് ഫ്രൂട്ട്സൊന്നും വല്ലാതെ കഴിക്കില്ല കേട്ടോ. വലിയ ഇഷ്ടമൊന്നുമില്ല ഫ്രൂട്ട്സൊന്നും. ഞാൻ എന്നാൽ നിർബന്ധിച്ച് കഴിപ്പിക്കും. പക്ഷേ ആപ്പിളൊക്കെ തിന്നുള്ളൂ, മുസമ്പിയോ അങ്ങനെയൊന്നും തിന്നൊന്നുമില്ല, കഴിക്കൊന്നുമില്ല. സാധാ കഞ്ഞിയും ചോറും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നാലും ഫ്രൂട്ട്സ് കഴിക്കാൻ നല്ല മടിയാണ്. ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ കേട്ടോ. കുറേ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കും.
അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നടക്കാൻ പോയിന് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നടക്കാൻ പോയി. അന്ന് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഞങ്ങളൊന്ന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കാറ്റുള്ള വേണ്ടി അങ്ങനെ ഇറങ്ങിയത്. അവിടെ ആണെങ്കിൽ നല്ല തണുപ്പുമാണ്. കുറേ നേരം ഒന്നും പുറത്തങ്ങനെ നിൽക്കാൻ പറ്റൂല, കഴിയൂല. അപ്പം അത്രയൊക്കെയുള്ള വീഡിയോ കേട്ടോ. അപ്പം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ക്ഷമിക്കാം. നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇപ്പം തന്നെ ആരും ഇടല്ലേ കേട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഓക്കെ.